നമസ്കാരം. പ്രവചനങ്ങൾ അറിയാനും കേൾക്കാനും മനുഷ്യർക്കെന്നും ആകാംക്ഷയാണ്. അതുകൊണ്ട് തന്നെ 2024 നടത്തിയ പല പ്രവചനങ്ങളും ജനശ്രദ്ധ നേടിയിരുന്നു. അതേസമയം പ്രവചനങ്ങൾ പലതും വിമർശനങ്ങൾക്കും കാരണമായി മാറിയിട്ടുണ്ട്. മനുഷ്യനുണ്ടായ കാലം മുതൽ ആളുകൾ ഭയക്കുന്ന ഒരു വിഷയമാണ് ലോകാവസാനം. എപ്പോഴാണ് ലോകാവസാനം? എങ്ങനെയായിരിക്കും ലോകം അവസാനിക്കുക? ഇതിനെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ പലരും പല പ്രവചനങ്ങളും നടത്തിയിരുന്നു. മതപണ്ഡിതന്മാർ, സാധാരണക്കാർ, ശാസ്ത്രജ്ഞർ തുടങ്ങി അനവധി ആളുകൾ പല അവകാശവാദങ്ങളും ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ലോകം ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെ പോകുന്നു എന്നതാണ് വാസ്തവം. ലോകാവസാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലെത്തുന്നത് തീർച്ചയായും നഗരങ്ങളെ വിഴുങ്ങുന്ന ഭീമൻ സുനാമി തിരകളാണ്. ഒത്തിരി ഹോളിവുഡ് സിനിമകളിൽ നമ്മൾ അത് കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഭാവി ലോകത്ത് അതിശക്തമായ ഭൂചലനം ഉണ്ടാകുമെന്ന് പ്രവചനം. ഒക്ലഹോമയിലെ പ്രവാചകനായ ബ്രാഡൻ ഡാല ബിഗസാണ് ലോകത്തിലെ ഞെട്ടിക്കുന്ന പ്രവചനം നടത്തിയിരിക്കുന്നത്. ഭൂമിയെ പിളർത്താൻ കഴിയുന്ന ഈ ഭൂചലനത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുമെന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ദൈവം തനിക്ക് കാണിച്ചു തന്നു എന്നാണ് ബ്രാഡൻ വ്യക്തമാക്കിയത്. അമേരിക്കയിൽ റിക്ടർ സ്കെയിൽ 10 തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂചലനം ഉണ്ടാകും. ഇതിൽ 10,000-കണക്കിന് ആളുകളാകും ജീവൻ നഷ്ടമാകുക. ന്യൂ മാറ്റഡ് ഹൗൾ ലൈൻ ആയിരിക്കും ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. മിസോറി, ആർക്കൻസാസ്, ടെന്നസി, കെന്റക്കി, ഇല്ലിനോയിസ് എന്നീ നഗരങ്ങളെ സാരമായി തന്നെ ഭൂചലനം ബാധിക്കും. ബഹുനില കെട്ടിടങ്ങൾ നിലം പതിക്കും. മിസിസിപ്പി നദിയെ ഈ ഭൂമികുലുക്കം സാരമായി ബാധിക്കും. നദി ശക്തമായി ഒഴുകുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. അതേസമയം പ്രവചനത്തിന്റെ വാർത്തകൾ പുറത്തു വന്നതോടെ വലിയ ഭീതിയിലാണ് ജനങ്ങൾ. ട്രംപിന് നേരെയുള്ള വധശ്രമം ഉൾപ്പെടെ അദ്ദേഹം നടത്തിയ പ്രവചനങ്ങളെല്ലാം ഫലിച്ചിട്ടുണ്ട്. ഇതാണ് ആളുകൾ ആശങ്കയുളവാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ പ്രവചനവും ഫലിച്ചേക്കാം എന്നതാണ് ആളുകൾ ആശങ്കപ്പെടുന്നത്. 10 തീവ്രത രേഖപ്പെടുന്ന ഭൂചലനങ്ങൾ ഭൂമിയിൽ ഉണ്ടാകാറുണ്ടെന്ന വിദഗ്ധരുടെ വാക്കുകൾ ഈ പ്രവചനം സംബന്ധിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇതിന് 1960-ൽ ചൈനയിലാണ് ഇത്രയും ശക്തമായ ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 9.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 8.3 ലക്ഷം പേർക്ക് ആയിരുന്നു ജീവൻ നഷ്ടമായത്. വെബ് ഡെസ്ക് തത്തുമൈ TV.